ദിവസം കർത്താവ് നമുക്ക് തരുന്ന വചനം നമുക്ക് എല്ലാവർക്കും ആവശ്യമായ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയുടെ അവസാനം വരെ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല ഈ ശുശ്രൂഷ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് പരിചയമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ സ്റ്റാറ്റസ് ആക്കാനും സ്റ്റോറി ആക്കാനും മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രദർ നിങ്ങൾ അറിയിക്കുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി 10 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന താമസിച്ചുള്ള ധ്യാനം ആലപ്പുഴയിലുള്ള നമ്മുടെ സ്വന്തം IMS ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ആദ്യം ബുക്ക് ചെയ്യുന്ന 100 പേർക്ക് മാത്രമാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വേഗമാകട്ടെ. നിങ്ങൾ എത്ര പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പേരുടെ പേരുകൾ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുക. ഈ ധ്യാനം നിങ്ങൾക്ക് നിശ്ചയമായിട്ടൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിന് ഭാവിക്ക് ഒരു അഭിഷേകമായിരിക്കും. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൽ നിന്നാണ് രക്ഷ. യോന പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ രക്ഷിക്കാൻ പലരും കൂടെയുണ്ടെന്ന് നമ്മളോട് പറയും. എന്തുണ്ടെങ്കിലും പറയണം കേട്ടോ. നീ എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ ഓടി വരും, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയാൻ ഒരുപാട് പേരുണ്ടല്ലേ. നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ രക്ഷിക്കുമെന്ന് പറയുന്ന പലരും നമ്മളെ രക്ഷിക്കാൻ കൂടെ ഉണ്ടാവാറില്ല. അല്ലെ, കൃത്യസമയത്ത് അവർ നമ്മളിൽ നിന്ന് മാറിപ്പോ അകന്നു പോകും. എന്നാൽ കൂടെ ഇല്ലെന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ കർത്താവ് എന്നും നമ്മുടെ രക്ഷകനായി കൂടെയുണ്ട്. പണ്ടൊക്കെ വീടുകളിൽ കയറുമ്പോൾ അതിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാവും, യേശു ഈ വീടിൻ്റെ രക്ഷകൻ. അല്ലെ, കർത്താവാണ് ഓരോ വ്യക്തികളെ രക്ഷിക്കുന്നത്. അൾട്ടിമേറ്റായിട്ട് രക്ഷപ്പെടുന്ന കർത്താവാണ്. ഇന്ന് ഒരു കുട്ടി അല്ല പഠിച്ച് ഓസ്ട്രേലിയയിലോ സിംഗപ്പൂരോ അമേരിക്കയിലോ ഒക്കെ ജോലി കിട്ടി സെറ്റിൽഡായി നല്ല സാലറിയോടെ ഫാമിലി ആയിട്ട് അവിടെ ആയിക്കഴിഞ്ഞാൽ ഈ ലോകം പറയും, ഓ നിങ്ങൾ രക്ഷപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടു, അവൾ രക്ഷപ്പെട്ടു. ലോകത്തിൻ്റെ കണ്ണിൽ രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ ജോലി കിട്ടുക, വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ഫാമിലിയായിട്ട് സെറ്റിൽഡ് ആവുക. അപ്പോൾ ലോകം പറയും രക്ഷപ്പെട്ടു. എന്നാൽ അതാണ് യഥാർത്ഥത്തിൽ രക്ഷ. ഒരിക്കലും അല്ല. യഥാർത്ഥത്തിൽ രക്ഷ വരുന്നത് കർത്താവിൽ നിന്നോ അല്ലാതെ മനുഷ്യരിൽ നിന്നോ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ ജോലിയിൽ നിന്നോ സമ്പത്തിൽ നിന്നോ അല്ല രക്ഷ വരുന്നത്. രക്ഷ വരുന്നത് കർത്താവിൽ നിന്ന്. ആ രക്ഷ സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, കർത്താവിൽ നിന്നാണ് രക്ഷ. യോന പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.